ഹായ്. നീ എൻ്റെ അല്ലേ എന്ന് ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീ എൻ്റെ അല്ലേ? കേട്ടിട്ടുണ്ടല്ലേ ഒരുപാട് വട്ടം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ പറയുക, നീ എൻ്റെ അല്ലേ? അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലില്ലേ, നമുക്ക് മനസ്സിലുണ്ടാവുന്നൊരു തോന്നലുണ്ട്. അതെന്തായിരിക്കും? എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് ഒരു മഞ്ഞുതുള്ളി വന്ന് വീണ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ഒരു നിമിഷം നമ്മുടെ ഹൃദയം ഒന്ന് സ്തംഭിച്ചു പോകും ഈ വാക്ക് കേൾക്കുമ്പോൾ. ഇനി ആ സ്തംഭിച്ചു പോയ ഹൃദയമില്ലേ, അത് മിടിപ്പ് തുടങ്ങുമ്പോൾ ക്രമം തെറ്റിച്ച് മിടിക്കും. അതൊക്കെ നീ എൻ്റെ അല്ലേ എന്നുള്ളൊരു വാക്കിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴില്ലേ പരാതി പറയാൻ തുടങ്ങും നമ്മൾ. എന്തിനായിരിക്കും നമ്മൾ ആ പരാതി പറയുന്നുണ്ടാവുക? കുറേ കഴിയുമ്പോഴില്ലേ നീ എൻ്റെ അല്ലേ എന്നുള്ള ഈ വാചകമില്ലേ, അല്ലെങ്കിൽ ഈ വാക്ക്, ആ വാക്ക് നമ്മൾ കേൾക്കാതെയാവും. ആ വാക്ക് കേൾക്കാതെ ആവുമ്പോൾ നമ്മുടെ ഹൃദയം നിലച്ച പോലെ നമുക്ക് തോന്നും. പിന്നെ അങ്ങോട്ട് എന്താണെന്നറിയോ, പരാതികളുടെ കെട്ടിങ്ങനെ നമ്മൾ നിവർത്തി കൊടുക്കും. അപ്പോഴും ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ നമ്മളെ ഒഴിവാക്കി തുടങ്ങി എന്നുള്ളത്. ചിലപ്പോൾ കാരണം ഉണ്ടാവും, ചിലപ്പോൾ കാരണവും ഉണ്ടാവില്ല. ആ ഒഴിവാക്കൽ മനസ്സിലാക്കാനും വേണം കേട്ടോ ഒരു ബുദ്ധി.